സാർ, കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP RSSന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. ചോദ്യം നമ്പർ 1 ശ്രീ K. ബാബു ചുമതലപ്പെടുത്തിയ പ്രകാരം T. സിദ്ദിഖ് നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ സണ്ണി ജോസഫ് ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ സജീവ് ജോസഫ് നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ എൽദോസ് P. കുന്നപ്പള്ളിൽ നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 2 ശ്രീ മുരളി പെരുന്നല്ലി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ KV സുമേഷ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, നമ്മുടെ നാടിനെ അടുത്തറിയുന്ന ലോകമെമ്പാടുമുള്ളവർ നൽകുന്ന സംഭാവനയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ പ്രധാന സ്രോതസ്സ്. അതോടൊപ്പം ഓരോ സംസ്ഥാന ബജറ്റിലും നിശ്ചിത വിഹിതം ഇതിലേക്ക് വകയിരുത്തുന്നു. 2016-17 മുതൽ 2024-25 വരെ 1950 കോടി രൂപയാണ് ഇപ്രകാരം നീക്കിവെച്ചത്. ഓഖിയുടെയും പ്രളയത്തിൻ്റെയും കോവിഡ് മഹാമാരിയുടെയും അവസരങ്ങളിലും ഇപ്പോൾ ചൂരൽമല, മുണ്ടക്കൈ എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ അവസരത്തിലും ഈ നിധിയിലേക്ക് ജനങ്ങൾ നൽകിയ സംഭാവന വളരെ വലുതാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 14/11/2016 പുറപ്പെടുവിച്ച GOMS 586/16/REB ഉത്തരവ് പ്രകാരം ചികിത്സാ സഹായത്തിനും അപകട മരണത്തിനിരയാകുന്നവരുടെ ആശ്രിതർക്കുള്ള ധനസഹായത്തിനുമായുള്ള അപേക്ഷ സ്വീകരിക്കുന്നു മുതൽ ഗുണഭോക്താവിന് ധനസഹായം ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ലഭിക്കുന്നതുവരെയുള്ള എല്ലാ നടപടികളും ഓൺലൈൻ മുഖാന്തരമാക്കിയിട്ടുണ്ട്. ഇതുവഴി സഹായധനം ലഭിക്കുന്നതിനുള്ള കാലതാമസം വൻതോതിൽ ഒഴിവാക്കാനായി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള അപേക്ഷ cmo.kerala.gov.in എന്ന പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാം. ഇതിനു പുറമെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന എല്ലാ അക്ഷയ സെൻ്ററുകൾ മുഖേനയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിനായി എല്ലാ അക്ഷയ സെൻ്ററുകൾക്കും ലോഗിൻ ID നൽകിയിട്ടുണ്ട്. മാത്രമല്ല, സംസ്ഥാനത്തെ എല്ലാ MLA-മാർക്കും സംസ്ഥാനത്തു നിന്നുള്ള എല്ലാ MP-മാർക്കും നൽകിയിട്ടുള്ള ലോഗിൻ ID-യിലൂടെയും അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയും. ഇതിനു പുറമെ തപാലിലൂടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിക്കുന്ന അപേക്ഷകൾ ഓൺലൈനായി മാറ്റുന്നതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപേക്ഷ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ അക്കാര്യം ഉടനടി SMS-ആയി അപേക്ഷയിൽ രേഖപ്പെടുത്തിയ മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കും. തുടർന്ന് അപേക്ഷ ഒരു ഓഫീസിൽ നിന്നും മറ്റൊരു ഓഫീസിലേക്ക് ഓൺലൈനായി അയക്കുമ്പോൾ അക്കാര്യവും SMS-ആയി അറിയിക്കുന്നു. തുക അനുവദിക്കുന്ന മുറയ്ക്ക് ആ വിവരവും SMS-ആയി ഗുണഭോക്താവിന് ലഭിക്കുന്നു. ഇതിനു പുറമെ അപേക്ഷയുടെ തൽസ്ഥിതി അതത് ഗുണഭോക്താവിന് പോർട്ടലിൽ ലഭിക്കും. 1800425721 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ഓഫീസ് സമയങ്ങളിൽ അപേക്ഷയുടെ തൽസ്ഥിതി അറിയാനും കഴിയും. അപേക്ഷകരുടെ അർഹത നിർണയിച്ച് അവ സമയബന്ധിതമായും കാര്യക്ഷമമായും പരിശോധിച്ചാണ് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സഹായധനം നേരിട്ട് ലഭ്യമാക്കുന്നത്.